ഒരു യുദ്ധമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അവരവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ചർച്ച ചെയ്യുക. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പാചകവാതകത്തെക്കുറിച്ചിട്ടാണ്. കാര്യം പാചകവാതകം ഷോർട്ടേജ് വന്ന് വീടുകളിൽ പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ്. ഒരുപാട് ഹോട്ടലുകൾ പൂട്ടി, കുറച്ച് പേരൊക്കെ പല ട്രഡീഷണലായിട്ടുള്ള പല രീതികളിലേക്ക് മാറി. അതായത് വിറകടുപ്പിലേക്ക് മാറിയ ചില ഹോട്ടലുകളുണ്ട്. എല്ലാ വിഭവങ്ങളും ഇല്ല. അതുപോലെ പല തട്ടുകടകളും മണ്ണെണ്ണ സ്റ്റൗവിനകത്തേക്ക് മാറിയിട്ടുണ്ട്. വീടുകളിലാണെങ്കിൽ വേറെ പല ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. കാര്യം വിറകടുപ്പൊക്കെ വയ്ക്കാൻ പറ്റിയ വിറകടുപ്പുള്ള അടുക്കളയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എത്രയോ കാലത്തിന് മുമ്പ് തന്നെ അപ്രത്യക്ഷമായി. മിക്കവാറുമുള്ള എല്ലാ വീട്ടിലും നടക്കില്ല. എന്തായാലും ഫ്ലാറ്റിലൊന്നും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാലും ഈ പല പല കുക്കിംഗ് മെത്തേഡുകൾ ഉള്ളതിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കുക്കിംഗ് മെത്തേഡ് ഏതാണ്, ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഏതിനാണ്, അതുപോലെ തന്നെ നമുക്ക് LPG ഇല്ലെങ്കിൽ വേറെ എന്ത് മാർഗ്ഗങ്ങളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള, പലരും വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിറകടുപ്പ്. നമുക്കറിയാം, ആളുകൾക്ക് വിറകടുപ്പിൽ പാകം ചെയ്ത കാര്യങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേക താല്പര്യമുണ്ട്. വിറകടുപ്പിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പലരും പറയാറുണ്ട്. വലിയ സദ്യകൾ പോലെയുള്ളതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്താണ് വിറകടുപ്പിനകത്ത് ഉള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വിറകടുപ്പിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ്? വിറകടുപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? വിറകെടുക്കുന്നു, അതിനുശേഷം അതിനെ കത്തിക്കുന്നു അല്ലെങ്കിൽ കമ്പസ്റ്റിൻ നടത്തുന്നു. കമ്പസ്റ്റിൻ നടക്കുമ്പോൾ വിറകടുപ്പ് ഉപയോഗിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം, വളരെയധികം പുക ഉണ്ടാവാറുണ്ട്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്പസ്റ്റിൻ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തീ നിയന്ത്രിച്ചുപയോഗിക്കാനായിട്ട് ബാക്കിയുള്ള ഇപ്പോൾ ഗ്യാസ് അടുപ്പിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വിറകടുപ്പിനകത്ത് വളരെ പാടാണ്. പക്ഷേ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ പുക ചുവയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും സ്മോക്കിൻ്റെ ടേസ്റ്റ് ഇന്ന് ഡിസൈറബിളാണ്. പലപ്പോഴും ബാർബക്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്മോക്കിൻ്റെ ആ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ വിറകിൽ നിന്നുള്ള ആ ടേസ്റ്റ് മീറ്റിലേക്ക് പിടിക്കുക എന്നൊക്കെ ഉള്ളതാണ് പലർക്കും താല്പര്യമുള്ളൊരു കാര്യം. അപ്പോൾ പുക അതൊരു പ്രശ്നമല്ല എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. എന്നാലും പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ വെസലിലേക്ക് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആ വെസലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ ആലോചിക്കേണ്ടത് അതിൻ്റെ എഫിഷ്യൻസിയാണ്. എത്രത്തോളം എഫിഷ്യൻസിയാണ് വിറകടുപ്പുകൾക്കുള്ളത്? യൂഷ്വലി വിറകടുപ്പിനകത്തുള്ള എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 20% മാത്രമേ ഉള്ളൂ. അതായത് 80 മുതൽ 90% നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂം ചൂടാക്കാനാണ് ഏറ്റവും കൂടുതൽ വിറകടുപ്പിൻ്റെ അകത്തുനിന്നുള്ള ഊർജ്ജം ചിലവാകുന്നത്, പാത്രമോ അതിനുള്ളിലുള്ള ഫുഡോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകടുപ്പ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വലിയ ഹോട്ടലുകൾക്ക് വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും അതൊരു ഓപ്ഷനായി മാറുമായിരിക്കാം എന്നുള്ളതല്ലാതെ വീടുകളിൽ എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് വളരെ കുറവാണ്. പിന്നെ ഇനി ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പഴയ ട്രഡീഷണലായിട്ടുള്ള വിറകടുപ്പുള്ളിടത്തോ ആണെങ്കിൽ നടക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ മറ്റൊരു കാര്യമാണ് മണ്ണെണ്ണ സ്റ്റൗ എന്ന് പറയുന്നത്. മണ്ണെണ്ണ സ്റ്റൗ എനിക്ക് ഓർമ്മയുണ്ട്, കൊച്ചു കാലത്ത് വീട്ടിൽ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാസിന് എന്തെങ്കിലും ഷോർട്ടേജോ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, പ്രഷർ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതുണ്ട്. മണ്ണെണ്ണയുടെ എഫിഷ്യൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറകിൻ്റെ കാര്യത്തിൽ ഒരു 10 മുതൽ 20% വരെയാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ തീയും ഇതുമായിട്ടുള്ള കോൺടാക്റ്റ് ഏരിയ അടുത്തടുത്തായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹീറ്റ് എക്സ്ചേഞ്ച് ബെറ്റർ ആണെന്ന് പറയാം. കുറച്ചുകൂടെ നല്ല കമ്പസ്റ്റിനാണ്. മറ്റേ വിറകടുപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും കമ്പസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പൂർണ്ണമല്ല, അല്ലെങ്കിൽ പുകയൊക്കെ വരുമെങ്കിൽ മണ്ണെണ്ണ അടുപ്പിലാവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പസ്റ്റിനാണെന്ന് പറയാം. ഒരു 35% എഫിഷ്യൻസിയാണുള്ളത്. പക്ഷേ അവിടെയും വേണ്ടത് ആദ്യം പാത്രം ചൂടാക്കുക. പാത്രം ചൂടാക്കി അതിനോടൊപ്പം കുറേ റേഡിയേഷനിലൂടെ റൂം ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവും. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടും നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നടക്കുക. അതുകൊണ്ടാണ് പല തട്ടുകടകളൊക്കെ ഗ്യാസ് കിട്ടാതായപ്പോൾ മുതൽ മണ്ണെണ്ണ സ്റ്റൗവിനകത്തേക്ക് മാറിയത്. വിറകടുപ്പിനേക്കാൾ അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്ത സാധനം മണ്ണെണ്ണ സ്റ്റൗ ആണെന്നുള്ളത്. നമുക്ക് മണ്ണെണ്ണയുടെ കോസ്റ്റും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. മണ്ണെണ്ണ സ്റ്റൗ കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു മാർഗ്ഗം തന്നെയാണ്, ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് LPG എന്നുള്ളത് നമുക്ക് പറയാം. LPGയുടെ എഫിഷ്യൻസി മണ്ണെണ്ണ സ്റ്റൗവിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ നന്നായിട്ട് കമ്പസ്റ്റൻ ചെയ്യാനായിട്ട് നമുക്ക് LPGയിൽ പറ്റുന്നുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഫിഷ്യൻസിയും ഉള്ള ഒരു സംഗതി തന്നെയാണ് LPG. അതായത് പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും ഒരു കോമ്പിനേഷനാണ് ശരിക്കും LPG എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലെ അടുപ്പിലെ തീ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ കമ്പസ്റ്റൻ നടക്കുന്നത് കൊണ്ട് തന്നെ, അതുപോലെ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നീല നിറത്തിൽ കാണാൻ പറ്റും. നീല നിറത്തിൽ കത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും LPG പ്രോപ്പറായിട്ടാണ് കത്തുന്നത് എന്നുള്ളത്. തുരുമ്പോ വല്ലതും ബേണറിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും ചുവന്ന നിറത്തിൽ കാണുക.
ഇനി അതിനകത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യം നോക്കിയാലും എന്തായാലും തീ കത്തുന്നത് വഴി തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം റൂമിലേക്ക് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും കുക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, കുറേ റൂം ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടും കൂടെ എനർജിയിൽ നഷ്ടം വരും. എന്നാലും മണ്ണെണ്ണ സ്റ്റൗവിനേക്കാൾ ഭേദമാണ്, കുറച്ചുകൂടെ ബെറ്ററായിട്ട് കമ്പസ്റ്റ് നടക്കും. വെസൽ നല്ല പരന്ന പാത്രം, ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എഫിഷ്യൻസി കൂടും, ഗ്യാസിൽ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഗ്യാസ് ആണല്ലോ പ്രശ്നം. അപ്പോൾ പിന്നെ വേറെ വന്നിട്ടുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഒരുപക്ഷെ ഹീറ്റിംഗ് കോയിലുകളെ കുറിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് ഇന്നിപ്പോൾ പലരും ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഒരു കാലത്ത് ഹോട്ട് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലുകൾ എന്നൊക്കെ പറഞ്ഞ സംഗതികൾ വന്നിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിനേക്കാളും വളരെ എഫിഷ്യൻ്റ് ആണ് ഹീറ്റിംഗ് കോയിലുകൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഹീറ്റിംഗ് കോയിലുകൾ എങ്ങനെയാണ്? ഒരു റെസിസ്റ്റൻസ് വഴി ഒരു കോയിലിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷം റെസിസ്റ്റൻസ് ഉള്ള ഒരു കോയിലുണ്ട്. ആ കോയിൽ വഴി വൈദ്യുതി കടത്തി വിടുമ്പോൾ ആ ഘർഷണം കാരണം അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് കാരണമാണ് ആക്ച്വലി അതിനകത്ത് ചൂടുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ചൂടുണ്ടാവുകയും ചിലപ്പോൾ നല്ല ചുവന്ന നിറത്തിൽ അതിൽ നിന്ന് ലൈറ്റ് വരെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും ചൂടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബെറ്ററായിട്ട്, കാര്യം പാത്രത്തിൻ്റെ അടിയിൽ തൊട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, കോണ്ടാക്റ്റ് കൊണ്ട് തന്നെ വെസലിലേക്ക് കൂടുതൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് ഈ കോയിലുകൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അഥവാ കോയിലുണ്ടെന്നുണ്ടെങ്കിൽ കോയിൽ കുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല കോയിലുകൾക്കും ഒരു 900 വാട്ട്സിന് മുകളിലോട്ടായിരിക്കും. 900 വാട്ട്സ് അല്ലെങ്കിൽ 1000 വാട്ട്സ് അല്ലെങ്കിൽ 2000 വാട്ട്സ് വരെയൊക്കെ ഉള്ള കോയിലുകളാണുള്ളത്. അപ്പോൾ നല്ലൊരു പവർ പ്ലഗ് വേണ്ടി വരും അത് ഉപയോഗിക്കാനായിട്ട്. ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ തീ അത്ര നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിരിക്കില്ല. പലപ്പോഴും അത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള ചേഞ്ചുകളായിരിക്കും നമ്മൾ അതിനകത്ത് കാണുന്നത്. ആ കോയിലിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലോ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ചൂട് നമുക്ക് ക്രമീകരിക്കാനായിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഉള്ളൂ. പക്ഷേ ഗ്യാസിനേക്കാൾ എഫിഷ്യൻ്റാണ്. പക്ഷേ അത്ര പോപ്പുലർ അല്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹീറ്റർ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ കൊണ്ടുള്ള ഹീറ്ററുകൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രിപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ ദോശ ചുടുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഫൈനായിട്ട് തീ കൺട്രോൾ ചെയ്യേണ്ടടുത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി വേസ്റ്റേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ കോയിൽ തിരിച്ച് തണുക്കുന്ന കുറച്ച് റെസിഡ്യുവൽ ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി നമുക്ക് നഷ്ടമായി വരും എന്നുള്ളതാണ് കാര്യം. ആ ചൂടാക്കിയത് വെറുതെ നമ്മൾ കളയേണ്ടി വരും. ഇനിയുള്ള 2 മാർഗ്ഗങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അതിൽ ഒന്ന് മൈക്രോവേവിലുള്ള പാചകം ചെയ്യലാണ്. മൈക്രോവേവിൽ പാചകം ചെയ്യുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയാണ്. നേരത്തെ പറഞ്ഞതിനകത്തുള്ളതുപോലെ കമ്പസ്റ്റൻ പോലെ പൂർണ്ണമായി കമ്പസ്റ്റൻ നടക്കാത്ത പ്രശ്നങ്ങളില്ല. കാര്യം അവിടെ ഒരു മൈക്രോവേവ് ഉപയോഗിച്ച് ഏതെങ്കിലും ഭക്ഷണത്തിനകത്തുള്ള ജലാംശത്തെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക, അതുവഴി ചൂടാക്കുക എന്ന് പറയുന്ന ഒരു മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു കുക്കിംഗ് മെത്തേഡാണ് ശരിക്കും മൈക്രോവേവ് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. വളരെ എഫിഷ്യൻ്റാണ്. മാത്രമല്ല ഇതിനകത്ത് ആലോചിക്കുക, ബാക്കി എല്ലാത്തിലും നമ്മൾ കുക്കിംഗ് വെസൽ ചൂടാക്കുന്നു, വെസൽ ചൂടാക്കിയതിന് ശേഷം ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫുഡിലേക്ക് എത്തുന്നു, എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ മൈക്രോവേവിൻ്റെ രീതി അങ്ങനെയല്ല. വെള്ളത്തിനകത്ത് ഈ ആഹാര പദാർത്ഥത്തിനകത്തുള്ള ജലാംശങ്ങളെ അജിറ്റേറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ എഫിഷ്യൻസി കൂടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, പൊതുവേ ആളുകൾക്ക് മൈക്രോവേവ് ക്യാൻസർ ഇത് എന്നൊക്കെ പേടിയാണെങ്കിലും ശരിക്കും മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് കാര്യം. അതിനകത്ത് ആഹാരത്തിനകത്തുള്ള വൈറ്റമിൻസും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ സമയമായിട്ട് സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും വൈറ്റമിനുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷേ മൈക്രോവേവ് അകത്തേക്ക് ഡയറക്റ്റായിട്ട് ആ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസിനെ അജിറ്റേറ്റ് ചെയ്യുകയും പുറത്തുനിന്ന് നമ്മൾ വെള്ളത്തിനകത്തുനിന്ന് ഇട്ട് തിളപ്പിക്കുകയോ ബോയിൽ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അതിനകത്തുനിന്ന് തന്നെ തിളപ്പിക്കുന്നതുകൊണ്ട് ആ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി നല്ലത്. പക്ഷേ എല്ലാതരം കുക്കിങ്ങിനും മലയാളികളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളതിന് മൈക്രോവേവിന് അതിൻ്റേതായ ചില പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. അവിടെയാണ് ഞാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ട് കാണുന്ന ഒരു സംഗതിയുള്ളത് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഏതാണ്ട് ഒരു 80% വരെ എഫിഷ്യൻസിയുള്ള ഇൻഡക്ഷൻ കുക്കറുകളുണ്ട്. നല്ല കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയെ പരമാവധി ഭംഗിയായി നമുക്ക് വേണ്ട ചൂടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇവിടെയും നിങ്ങൾക്കറിയാം ആ വെസലല്ല ചൂടാവുന്നത്, അകത്തുള്ള ഫുഡാണ് ചൂടാവുന്നത്. അതുകൊണ്ട് വളരെ ഫോക്കസ്ഡായിട്ട് നമുക്ക് ഫുഡിനെ കുക്ക് ചെയ്യാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ സാധിക്കും. ഇൻഡക്ഷൻ കുക്കർ അപ്പോൾ പറയും ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്ക് കുക്ക് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് വെറും
₹900 മുതൽ, അതായത് ഇന്ന് നമ്മളൊരു ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കണം, ഒരു ഗ്യാസ് കുറ്റി വാങ്ങിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ കൊടുക്കേണ്ടത് ഒരു 900 മുതൽ ഒരു 1000 രൂപയ്ക്ക് അകത്തുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. കൊണ്ടുവരുന്ന ആളുടെ ടിപ്പും അതും ഇതൊക്കെ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1000 രൂപ. ഞാൻ കൊമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെ കാര്യമല്ല പറയുന്നത്, വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ 900 മുതൽ ഒരു 1000 രൂപ വരെ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നൊരു ഇൻഡക്ഷൻ കുക്കർ ഈസി ആയിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കുറച്ചുകൂടെ നല്ലൊരു കമ്പനിക്ക് പോകുകയാണെങ്കിൽ ഒരു 1000-1500 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് ബ്രാൻഡ് കിട്ടും. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു യൂണിറ്റിന് കറണ്ട് ഒരു 10 രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈവൻ സബ്സിഡിയുള്ള ഗ്യാസിനേക്കാൾ ലാഭമായിട്ട് നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ അറിയാം സമയത്തിനനുസരിച്ചിട്ട് റേറ്റിനകത്ത് വ്യത്യാസമുണ്ട് കറണ്ടിൻ്റെ ചാർജിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങൊക്കെ ഒരു 6 മണിക്ക് മുമ്പ് നേരത്തെ ഇൻഡക്ഷൻ കുക്കറിൽ തീർക്കുക എന്നുള്ള കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാത്രി കാലങ്ങളിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ കുക്കിംഗ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഗ്യാസിനേക്കാൾ ലാഭകരമായി ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാമെന്നാണ്. ഇനി എന്നാലും ഗ്യാസ്, ഇപ്പോൾ നിങ്ങളൊരു വെള്ളം തിളപ്പിക്കാൻ തന്നെ ഗ്യാസിലും ഇൻഡക്ഷൻ കുക്കറിലും സൈമൾട്ടേനിയസ് ആയിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻഡക്ഷൻ കുക്കറിൽ പെട്ടെന്ന് വെള്ളം തിളയ്ക്കുന്നതായിട്ട് കാണാം. കാര്യം ഒന്ന് അതിൻ്റെ എഫിഷ്യൻസിയാണ്, മറ്റേത് അതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ടെക്നോളജി തന്നെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. വിറകടുപ്പിൽ നിന്ന് മണ്ണെണ്ണ അടുപ്പിലേക്കും, മണ്ണെണ്ണ അടുപ്പിൽ നിന്ന് LPG യിലേക്ക്, LPG യിൽ നിന്ന് ഹീറ്ററിലേക്കും, ഹീറ്ററിൽ നിന്ന് മൈക്രോവേവിലേക്കും, ഇൻഡക്ഷൻ കുക്കറിലേക്കും ഒക്കെ മാറാനായിട്ട് എല്ലാ സമയത്തും റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പമാണ് സ്റ്റേറ്റസ് കോ ബയസ് എന്ന് പറയും. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ കംഫർട്ടിൽ നിന്ന് മാറി പുതിയൊരു സാധനം ട്രൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഉള്ളത്. ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. സ്ലോലി നമ്മളത് പഠിച്ചെടുക്കും. പണ്ട് മുതൽ തന്നെ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടിയിലൊക്കെയാണ് പല വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ അടുക്കളയിൽ പോയി അടുപ്പൂതാം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അത് വളരെ ക്രമേണ സ്ലോലി ആളുകൾ മനസ്സിലാക്കി മാറി മാറി വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് ഇതൊരു നല്ലൊരു അവസരമായിട്ട് എടുത്തിട്ട് മൈക്രോവേവിലോട്ടും ഇൻഡക്ഷൻ കുക്കറിലേക്കും ഒക്കെ കുക്കിംഗ് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, പിന്നെ പലരും ഇപ്പോൾ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ പഴയതിനേക്കാൾ ആളുകൾ തയ്യാറാണ്. ആളുകൾക്ക് മധുരം ഉപേക്ഷിക്കാൻ മടിയില്ല, എണ്ണ ഉപേക്ഷിക്കാൻ മടിയില്ല, ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസിലേക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും പോകാൻ മടിയില്ല, സാലഡ് കഴിക്കാൻ മടിയില്ല. ആളിലൊക്കെ ഹെൽത്തും വെൽനസ്സും ഒക്കെ നോക്കുന്ന ഒരു കാലമായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആദ്യത്തെ ആ ഒരു ചേഞ്ച് ഓവർ സമയത്തുള്ള എന്തെങ്കിലും അരുചികൾ ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറിലേക്കോ മൈക്രോവേവിലോട്ടോ പോയി കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആരോഗ്യത്തിന് ഗുണകരമാണ്. കാര്യം യൂഷ്വലി വൈറ്റമിൻ റിട്ടൻഷൻ മൈക്രോവേവിലും ഇൻഡക്ഷനിലും കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി എൻ്റെ വീട്ടിൽ 6 മാസം 7 മാസം കൂടുമ്പോൾ ഒരു കുറ്റി വാങ്ങിക്കുന്ന പരിപാടിയുള്ളൂ. കാര്യം ഓൾറെഡി കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിലാണ്. മൈക്രോവേവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ മൈക്രോവേവ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് LPG അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാം. കൊമേഴ്ഷ്യലായിട്ട് ഈ ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. കാര്യം അവർക്ക് ഈ ചെറിയ ലെവൽ ഇൻഡക്ഷൻ കുക്കറോ കാര്യങ്ങളോ ഒന്നും പോരാ. വലിയ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉള്ള കുക്കിംഗ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ വലിയ മൈക്രോവേവുകൾ, വലിയ പെട്ടെന്ന് അവർക്കൊരു സന്നാഹം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നാലും പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് മൈക്രോവേവും ഇൻഡക്ഷൻ കുക്കറിലേക്ക് കുക്കിംഗ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. നമുക്ക് ഈ പാചകവാതക പ്രതിസന്ധിയും കൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. തുടർന്നും ഇതുപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ.